വിത്തിൻ 24 hours ഞാൻ ഒരു ബുക്ക് ഫുൾ വായിച്ചു തീർത്തു. പക്ഷേ ഇത് ഇത്രയ്ക്കും നല്ല എന്താ പറയുക അടിപൊളി ബുക്കാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ വർഷം തീരുന്നതിന് മുന്നെങ്കിൽ എനിക്ക് ഈ ബുക്ക് വായിച്ച് തീരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് ഞാൻ തുടങ്ങിയത്, പിന്നെ ഞാൻ കണ്ടിന്യൂസ് ഒരേ ഇരിപ്പായിരുന്നു. ഡാം ഗുഡ്. ഏത് ബുക്കാണെന്നല്ലേ? സൈലന്റ് പേഷ്യൻറ്റ്. ത്രില്ലർ അല്ലെങ്കിൽ ക്രൈം സ്റ്റോറീസ് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് വളരെയധികം ഞാൻ സജസ്റ്റ് ചെയ്യുക. അല്ലാത്തവർക്കും ഇത് നല്ലൊരു സ്റ്റാർട്ടാണ്. ഒരു ബുക്ക് വായിച്ച് ഇങ്ങനെ സ്റ്റോറീസ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻറ്റസി വേൾഡ് അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ് ദിസ് വൺ. ഹലോ, സോ ഞാൻ റെഡിയായിട്ട് ഞാനിപ്പോൾ പുറത്തിറങ്ങാൻ പോവാം. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഉണ്ടാക്കിയ ക്രിസ്മസ് കാർഡ്സ് പോസ്റ്റ് അയക്കാനുണ്ട്. അത് ചെയ്യണം. പിന്നെ നാളെ ക്രിസ്മസ് ആണ്. സോ അപ്പോൾ ക്രിസ്മസിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങുക. സ്നാക്സ്, ചിപ്സ് വേണോ? കപ്പലണ്ടി മുട്ടായി, കയ്യുറത്തടം, പീനട്ട് ബോൾസ്. ഇത് കഴിക്കാം, നമുക്കിത് പൊട്ടിച്ചത് കഴിക്കാം. ഓക്കെ, കുറേ നേരത്തിന് ശേഷം ഞങ്ങൾ ലുലു മോളിലൊക്കെ പോയിട്ട് തിരിച്ചെത്തി. ഭയങ്കര തിരക്കായിരുന്നു ലുലു മോളിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് വ്ളോഗ് എടുക്കാനൊന്നും എനിക്ക് ഒരു മൂഡുണ്ടായിരുന്നില്ല. ഭയങ്കര തിക്കും തിരക്കും എല്ലായിരുന്നു. അങ്ങനെ ക്രിസ്മസിന് വേണ്ടി നാളത്തേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് ഡെസേർട്ട്സൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടൈം 7:15 സോ ഞാനിപ്പോൾ ചായ ഇടാൻ വേണ്ടി അടുപ്പിൽ വെച്ചേക്കുക. ആൻഡ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 8:30 ഒക്കെ ആകുമ്പോഴേക്ക് ക്രിസ്മസ് കേക്ക് വാങ്ങാൻ പോകണം. സോ എൻ്റെ ഫാമിലിയിൽ എല്ലാ വർഷവും ഉള്ള ഒരു ട്രഡീഷനാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ഏതെങ്കിലും പുതിയ ബേക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റം മെയ്ഡ് ക്രിസ്മസ് കേക്ക്സ് ഞങ്ങൾ ഓർഡർ ചെയ്യണം. ഇത് കണ്ടു, ഇത് ഒരു ക്രിസ്മസ് ലൈറ്റാണ്. ഇത് ഞാൻ റോഡ് സൈഡിലിരുന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇത് കത്തുന്നുണ്ടായിരുന്നു. കടയിൽ വെച്ച് വാങ്ങിയപ്പോൾ അവർ ലൈറ്റൊക്കെ ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ അത് നല്ലൊരു രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പിന്നീട് വീട്ടിൽ വന്നപ്പോൾ അത് കത്തിച്ച് നോക്കിയപ്പോൾ അത് കത്തുന്നുണ്ടായിരുന്നില്ല.
പിന്നെ ഞാൻ ഇന്നലെ വീണ്ടും കടയിൽ തിരിച്ചു പോയി നോക്കിയപ്പോൾ കട ഫുൾ അടച്ചു. അവരിനി ക്രിസ്മസ് കഴിഞ്ഞിട്ടേ അവരിനി കട തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോഴേക്കും അത് കൊളാവും. 24th December ആണ്. ഇന്ന് 2 കാര്യങ്ങളാണ് എനിക്ക് ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കി ഞാനത് പോസ്റ്റ് വഴി ഞാൻ അയച്ചു. അപ്പോൾ അതിൽ എനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. എൻവലപ്പിൽ ടൂവും ഫ്രം ഒക്കെ വേറെ രീതിയിൽ വേറെ 2 റോങ് സൈഡിലാണ് എഴുതിയത്. അപ്പോൾ പിന്നെ അത് തിരിച്ച് എഴുതി, പിന്നെ സ്റ്റാമ്പൊക്കെ വാങ്ങിച്ചു ഒട്ടിച്ചു, പിന്നെ അത് പോസ്റ്റിൻ്റെ അകത്ത് ഇട്ടു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് വന്നിട്ട് ഞാൻ KSRTC ബസ്സിൽ കയറിയത്. അപ്പോൾ ഇന്ന് കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അറിയായിരുന്നു നല്ല തിരക്കായിരിക്കും റോഡ് ഫുൾ. അപ്പോൾ പിന്നെ വെറുതെ കാർ എടുത്ത് പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഓട്ടോയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ലുലു മോളിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ബസ് കണ്ടു. അപ്പോൾ ആ ബസ്സിൻ്റെ അകത്ത് വെറുതെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് KSRTC ബസ്സിൽ കയറുന്നത്. അപ്പോൾ എനിക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അതൊക്കെ തന്നെ. ഇനി ഞാൻ പോയി ചായ കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് കേക്ക് വാങ്ങാൻ പോകണം. ഞാനങ്ങനെ ഇപ്പം ആൻറ്റിയുടെ വീട്ടിലെത്തി. സോ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ആൻറ്റി ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ട്, വീട്ടിൽ വരാൻ പറഞ്ഞു, ഇന്ന് തന്നെ വരണം, ലേറ്റ് ആക്കല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഞങ്ങൾ വിചാരിച്ചത് എന്താ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ. പിന്നെ പെട്ടെന്ന് റെഡിയായി വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ തന്നെ അങ്ങ് പെട്ടെന്ന് ഇറങ്ങി ആൻറ്റിയുടെ വീട്ടിലെത്തി. നോക്കിയപ്പോൾ എന്തായിരുന്നു, ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി കോട്ടയത്തുനിന്ന് കേക്ക് ഇറക്കിയേക്കുക. സോ ഗൈസ്, ഇതാണ് കേക്ക്. ഇതൊരുമാതിരി നമ്മുടെ മറ്റേ വിസ്കി ബോട്ടിൽ ഇതൊക്കെ പോലെ ബോട്ടിലിൻ്റെ ഒരു പാക്കേജിങ് പോലെ ഉണ്ട്. ബേക്കേഴ്സ് വന്നിട്ട് തെല്ലി അങ്കിൾ ബേക്കേഴ്സ്. എനിക്കറിയത്തില്ല ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ ഇല്ലോ എന്നൊന്നും. പക്ഷേ ഇതാണ് കേക്കിൻ്റെ പാക്കേജിങ്. പൊട്ടിച്ച് നോക്കട്ടെ. ഞാൻ വിചാരിച്ചു പേസ്ട്രി കേക്ക് അങ്ങനത്തെ ക്രീം കേക്ക് വല്ലതാണ്, പക്ഷെ ഇത് നോർമൽ പ്ലം കേക്കാണ്. ഞാൻ പ്ലം കേക്കിൻ്റെ ഒരു ഫാനല്ല, പക്ഷെ എന്നാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം.